ജീവിതം എന്ന് പറയുന്നത് ഇത്രക്കേ ഉള്ളൂ അല്ലേ സാറേ? ഈ ഒരു ശ്വാസത്തിന്റെ ബലത്തിലാ നമ്മളൊക്കെ അഹങ്കാരം പറയുന്നത് അല്ലേ? യാത്ര തുടങ്ങിക്കഴിഞ്ഞവരാ ബാലാമണി നമ്മളെല്ലാവരും. മരണത്തിലേക്കുള്ള യാത്ര. ദൈവം ഓരോ സ്റ്റോപ്പുകളിലും ഓരോരുത്തരെ ഇങ്ങനെ ഇറക്കി വിടും. ഇപ്പോൾ കഴിഞ്ഞ ഈ നിമിഷവും നമ്മൾ ഒരു ചുവടുകൂടി വെച്ചു മരണത്തിലേക്ക്. അതിനിടയ്ക്ക് കർമ്മദോഷങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. മനസ്സിൽ ഇനി ഇത് വേണ്ട അല്ലേ മോളെ? ഉണ്ടാവരുതല്ലോ അച്ഛാ. ഫോട്ടോ അല്ല ഞാൻ കീറിയത്, മനസ്സിൽ നിന്ന് കീറിക്കളഞ്ഞതാ. ദിവസങ്ങളേ ഉള്ളൂ ഇനി കല്യാണത്തിന്. അച്ഛൻ എല്ലാ ഒരുക്കങ്ങളും ചെയ്തു വെച്ചു. സ്വർണം എത്ര വേണം മോൾക്ക്? ഞാൻ സ്വർണം ഉപയോഗിക്കാറില്ലെന്ന് അച്ഛൻ അറിയില്ലേ? താലിമാല മാത്രം മതി. അല്ല, അവിടെ കയറി ചെല്ലുമ്പോൾ ആ ഒരു ദിവസത്തേക്കെങ്കിലും. വേണ്ടച്ചാ, എന്നെ കുറിച്ചെല്ലാം കാർത്തിക്കിനറിയാം. വീട്ടിൽ പറഞ്ഞിട്ടും ഉണ്ടാവും. പിന്നെന്താ? ഏയ് അതല്ല, ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിലും എൻ്റെ മോളതെല്ലാം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തേക്കണം. അതിന്റെ ആവശ്യം വരില്ല. കാർത്തിക് സ്ട്രെയിറ്റാ, ഒന്നും പറയാതിരിക്കില്ല. അനന്തു ഒന്നുകൂടി ഒന്ന് ആലോചിക്കും. ഇന്ന് ഞാൻ ഓഫീസിൽ വരാതിരുന്ന അത് അമ്മയുടെ മുമ്പിൽ തോൽക്കുന്നത് പോലെ ആവും. എനിക്കത് പറ്റില്ല. തോറ്റുപോയിന്ന് തോന്നിയാലും ഇന്ന് നീ വരാതിരിക്കുന്നത് നല്ലത്. വന്നത് വലിയ വഴക്കായി മാറും. മാറട്ടെ, എപ്പോഴായാലും എന്നായാലും വഴക്കുണ്ടാവും. അത് പേടിച്ച് ഒളിച്ചോടി പോകുന്നത് പോലെയല്ലേ ഇത്? ആയിക്കോട്ടെ, ഒരുപാട് ദിവസത്തേക്കൊന്നും വേണ്ട. ഒരു 4-5 ദിവസം നീ ഒന്ന് സഹിക്കേ. അപ്പോഴേക്കും അമ്മയുടെ ദേഷ്യമൊക്കെ തണുക്കും. അപ്പോ വീണ്ടും ഓഫീസിലേക്ക് വന്നു തുടങ്ങാമല്ലോ. അനന്തുവിന് ഇപ്പോഴും അമ്മയെ പേടിയാ, അതാ കാര്യം. അമ്മ എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും പേടിയാ. ഞാനും അമ്മയെ പേടിച്ച് വീട്ടിനകത്ത് ഒതുങ്ങി കൂടണം എന്നാണോ അനന്തു പറയുന്നേ? അപ്പോ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ല അല്ലേ? എന്നാണോ ഞാൻ പറഞ്ഞത്? നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കവിതേ. ഏറിയാൽ ഒരാഴ്ച നീ ഒന്ന് ക്ഷമിക്കേ, എല്ലാം ശരിയാവും. ഞാനല്ലേ പറയുന്നത്. ധൈര്യവും തൻ്റെ ഇടമുള്ള ഒരു പുരുഷനായിട്ടാ ഞാൻ അനന്തുവിനെ കാണുന്നേ. എന്റെ ധാരണ അനന്തു തെറ്റിക്കരുത്. തെറ്റിക്കില്ല. അമ്മ നിന്നെ അവഗണിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. മറ്റാരെക്കാളും സ്ഥാനം നിനക്കിവിടെ ഉണ്ടാവും ഈ വീട്ടിൽ. അതിനുള്ള അവസ്ഥ എനിക്കിപ്പോൾ ഉണ്ട്. തൽക്കാലം ഞാൻ ശാന്താവുന്ന ആരെയും പേടിച്ചിട്ടല്ല. നോക്കട്ടെ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. അത് കഴിഞ്ഞ് പ്രതികരിക്കാം നമുക്ക്. നിനക്ക് ഓഫീസിൽ നല്ലൊരു പോസ്റ്റ് കിട്ടിയാൽ പോരെ, അർഹമായിട്ടുള്ള അധികാരം കിട്ടിയാൽ പോരെ. അത് ഞാൻ ചെയ്തിരിക്കും. സാരമില്ല,
ഇനി നീ ഓരോന്നോർത്ത് വിഷമിക്കണ്ട. എങ്ങനെ വിഷമിക്കാതിരിക്കും അരവിന്ദേട്ടാ? ഈ വീട്ടിലെ എല്ലാവരും ആളാവിധ എന്നെ തല്ലിക്കഴിഞ്ഞു. ഒരു വേലക്കാരി ഇല്ലാത്തത് നന്നായി. ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ തല്ലും കൂടി ഞാൻ കൊള്ളേണ്ടി വരുമായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തല്ലേ സംഭവിച്ചത്. അവൻ നിന്നെ തല്ലൂന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അടി കിട്ടുന്നത് വരെ ഞാനും പ്രതീക്ഷിച്ചില്ല. ഇനി മുതൽ ആരുടെ അടുത്ത് നിൽക്കുമ്പോഴും ഞാനൊരു അടി പ്രതീക്ഷിച്ച് നിൽക്കും. മുഖം അടച്ചൊക്കെ ഇതുപോലെ തല്ലു കിട്ടിയാ ചിലപ്പോ ചത്തുപോകും അരവിന്ദേട്ടാ. കാണുന്നവരുടെയൊക്കെ തല്ലുകൊള്ളാനല്ല നിന്നെ ഞാൻ ഇവിടെ കെട്ടിക്കൊണ്ടുവന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്നേ ഉള്ളൂ. ഇനി ആവർത്തിക്കില്ല. ആവർത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ലെന്ന് പറഞ്ഞതുപോലെയാ. ഇപ്പോ ഇങ്ങനൊരു ഉദാഹരണത്തിന്റെ ആവശ്യം എന്താ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്റെ കാര്യം തന്നെ പറഞ്ഞതാ അരവിന്ദേട്ടാ. എന്റെ വലിപ്പം ഞാൻ തിരിച്ചറിയുന്നില്ല. സത്യത്തിൽ ഈ വീട്ടിലെ എല്ലാവരെയും നിലയ്ക്ക് നിർത്താനുള്ള തന്റെ ഇടം എനിക്കുണ്ട്. ഞാനത് പുറത്തെടുക്കുന്നില്ലെന്നേ ഉള്ളൂ. ദയവ് ചെയ്ത് ധൈര്യമൊന്നും നീ പുറത്ത് കാണിക്കരുത്. ഇനിയും നീ തല്ലുകൊണ്ട അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കാനൊന്നും എനിക്കാവത്തില്ല. ഇനി ആരെങ്കിലും എന്നെ തല്ലിയാ ഞാൻ അവരെ അങ്ങ് കൊല്ലും, അല്ലെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്യും. മൈഥിലി, ആത്മഹത്യ എന്ന് പറയുന്നത് തന്നെ സ്വയം ചെയ്യുന്നതാ. അതുകൊണ്ട് അല്ല, സ്വയം ആത്മഹത്യ എന്ന് പറയേണ്ട കാര്യമില്ല. അരവിന്ദേട്ടൻ എന്നെ കളിയാക്കല്ലേ? തല്ലുകൊള്ളാൻ എന്റെ ജന്മം ഇനിയും ബാക്കി. വേദനിക്കുന്ന ഒരു കോടീശ്വരിയാ ഇപ്പൊ ഞാൻ. നിൽക്ക്. എവിടെ പോവാ? ഓഫീസിൽ. ഇന്നെന്താ ഭാര്യ കെട്ടിയൊരുങ്ങി ആദ്യം എഴുന്നള്ളാത്തത്? അവളൊന്നും വരുന്നില്ല. ഇന്നെന്നല്ല, ഒരിക്കലും വരരുത്. നിന്നിട്ട് കുരങ്ങ് കളിപ്പിക്കുക അവള്. എന്താടാ ഇവിടെ നടക്കുന്നത്? ചേട്ടൻ അനിയന്റെ ഭാര്യയെ തല്ലുന്നു, അനിയൻ ഉടനെ ചേട്ടന്റെ ഭാര്യയെ തല്ലുന്നു. എന്താ ഇത്? എന്റെ കൈക്ക് കയറി പിടിച്ചതും ഉണ്ണിയേട്ടനെ തല്ലൂന്ന് പറഞ്ഞതൊക്കെ കുട്ടികളുടെ ഒരു കുരുത്തക്കേടായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അത്രയ്ക്കേ ഉള്ളൂ നീയൊക്കെ എന്റെ മുന്നില്. കുരുട്ടടയ്ക്ക പോലെ എന്റെ എളിയിലിരുന്ന് അമ്പിളിയമ്മ അവനെ പിടിച്ചു കൊടുക്കാത്തതിന് വരെ കൊതി കുത്തി കരഞ്ഞിട്ടുണ്ട് നീ. ഇപ്പോഴും അമ്മയുടെ മനസ്സിൽ അതിനേക്കാൾ വലിപ്പമൊന്നുമില്ല നിനക്ക്. അതുകൊണ്ട് എന്റെ മോൻ ഭാര്യയുടെ വാക്ക് കേട്ട് ഇവിടെ കിടന്ന് തുള്ളരുത്. അഴകത്ത് വീട്ടില് ഈ സുമംഗല പറയും കാര്യങ്ങള്. അതനുസരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഭാര്യയും വിളിച്ചുകൊണ്ട് ഇറങ്ങി പൊക്കോണം ഇവിടുന്ന്. എന്നുവെച്ചാ ഞാൻ ഇവിടുന്ന് പോണമെന്നോ? കവിതയും കൊണ്ട് ഞാൻ ഈ പടി ഇറങ്ങി തരണമെന്നാണോ? അനന്തു, അനുസരിക്കാൻ കഴിയാത്തവർ അഴകത്ത് വേണ്ടെന്നേ അമ്മ പറഞ്ഞുള്ളൂ. അതനുസരിച്ച് ജീവിക്കാൻ നിന്റെ ഭാര്യയ്ക്കാണ് ബുദ്ധിമുട്ടെങ്കിൽ അവളെ വീട്ടിലേക്ക് പറഞ്ഞുവിടുക. അതല്ല, നിനക്കാണ് ബുദ്ധിമുട്ടെങ്കിൽ അവളെയും വിളിച്ചുകൊണ്ട് നീ ഇവിടെ നിറങ്ങുക. അമ്മ പറഞ്ഞതിന് ഇതാണോ അർത്ഥം? എനിക്ക് അമ്മയുടെ വായിന്ന് തന്നെ കേൾക്കണോ അത്? ഇറങ്ങിപ്പോണോന്നല്ല പറഞ്ഞത്. മക്കളെ ഇറക്കി വിടാൻ ഒരു താല്പര്യമില്ല എനിക്ക്. പക്ഷേ അനുസരിക്കണം. അപ്പോ എനിക്കും എന്റെ ഭാര്യയ്ക്കും ഒരു സ്വാതന്ത്ര്യമില്ല അല്ലേ? ഇതൊരു ജയിലാണെങ്കിൽ ഇവിടെ കിടക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇറങ്ങിത്തരാം. ഞാനും എന്റെ ഭാര്യയും ഇവിടുന്ന് ഇറങ്ങിത്തരാം. അപ്പൊ എല്ലാവർക്കും സമാധാനമാവുമല്ലോ അല്ലേ? അത്രയ്ക്ക് പോലും അനുസരിക്കാൻ കഴിയില്ലേ അവന്? ഇത് അവളുടെ വാക്കായിട്ടുള്ള ചാട്ടമല്ലേ അമ്മേ? കുറച്ചു കാലം അവൻ മാറി താമസിക്കട്ടെ. അപ്പോഴേ കുടുംബത്തിന്റെ വില മനസ്സിലാവൂ. തിരിച്ചു വരും. ചൂല് പരുവത്തിൽ തിരിച്ചു വരും. നീ എന്താ ആലോചിക്കുന്നത്? നീ എന്താ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നേ? നിന്റെ അമ്മയ്ക്കൊരു കല്യാണം ആലോചിച്ചാലോ എന്ന് വിചാരിക്കുക. ദേ, എന്റെ അമ്മയ്ക്കെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയില്ല. എന്റെ സ്വഭാവവും നിനക്കറിയില്ല. ദേ, നിയന്ത്രണം വിട്ട് നിൽക്കാ ഞാൻ. ഒറ്റ ചവിട്ട് തന്നാലേ നീ കിടക്ക പായലായിപ്പോ. പറഞ്ഞേക്കാം. പിന്നെ നീ എന്നെ അങ്ങ് ചവിട്ടും. എന്നാ ഒന്ന് ചവിട്ടി നോക്കടി. നിനക്ക്
ഇപ്പൊ എന്താ വേണ്ടത്? വെറുതെ വന്നു നിന്ന് ചൊറിയാതെ ഒന്ന് പോകുന്നുണ്ടോ? പോകുന്നത് ഞാനായിരിക്കില്ല. അമ്മ അനന്തുവിനോട് പറഞ്ഞതൊക്കെ നീ കേട്ടല്ലോ. നിന്നെയും അനന്തുവിനെയും ഇവിടുന്ന് ഇറക്കി വിടുക. അനന്ത് പോകാന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇനി പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് സ്ഥലം വിടാൻ നോക്ക്. പോ. അങ്ങനെയൊന്നും പോവില്ലടി ഞാൻ. അഴകത്തങ്ങനെ ഒറ്റയ്ക്ക് വാഴാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. നീ പോവും. നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്യും. ഇല്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്കിട്ടോ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മൈഥിലി. പട്ടിക്കായാലും ഒരു യോഗ്യതയൊക്കെ ഇല്ലേ? നിന്റെ പേരിട്ട് അതിന്റെ പേര് തരം താഴ്ത്തണോ? എങ്ങും പോവില്ല. ഞാൻ ഇവിടെ തന്നെ കാണും. നിന്നെ പൊതിഞ്ഞു കെട്ടി തെക്കോട്ട് എടുക്കുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ കാണും. എന്നെ കൊല്ലൂന്നാണോ അവള് പറഞ്ഞത്? മരിച്ചാലും വേണ്ടില്ല എന്റെ ദൈവമേ, ഇവളൊന്ന് നശിച്ച് കണ്ടാ മതിയായിരുന്നു. കുട്ടിക്ക് ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞോ? അപ്പൊ ഇനി കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ജീവിച്ചിരിക്കും. ഞങ്ങളൊന്ന് കയറി കണ്ടോട്ടെ ഡോക്ടർ? കണ്ടോളൂ. കൊച്ചേ, രച്ചു മോളെ, എന്താ മോൾക്ക് വേദനയുണ്ടോ? കോവിലില് പോയപ്പോ കാല് തട്ടി വീണില്ലേ? നല്ല വേദനയാ. മോക്കിപ്പോ സുഖമല്ലേ? വേദനയൊക്കെ മാറിക്കോളും. എല്ലാരും എന്നോട് വഴക്കുണ്ടാക്കുക. അത് എനിക്ക് സങ്കടം വരുന്നത്. കരയല്ലേ മോളെ? സുഖമല്ലേ? പിന്നെന്താ? ഇന്നലെ ഒന്നും ഞാൻ കുളിച്ചിട്ടില്ല. എനിക്ക് വീട്ടിൽ പോണം. ബാലിച്ചെന്തേ? മോളെ, ബാലേച്ചിയല്ലേ ഇത്? ഇങ്ങോട്ട് നോക്ക്. ബാലേച്ചിയുടെ മുഖത്തേക്ക് നോക്ക്. എന്റെ ബാലേച്ചി എന്തേ? പറ, എവിടെ പോയി ബാലേച്ചി? മോളെ, ബാലേച്ചി മനസ്സിലായില്ലേ മോൾക്ക്? ബാലേച്ചി എന്തേ? എനിക്ക് ബാലേച്ചി കാണണം. ഇത് ആരാന്ന് മനസ്സിലായോ മോൾക്ക്? ആരാ? ബാലെ, ഇതെന്താ കൊച്ചിങ്ങനെ? അറിയില്ല. ചിലപ്പോ മയക്കം വിട്ടിട്ടുണ്ടാവില്ല. അതായിരിക്കും. രാഘവൻ വന്നേ.
അർജുന്? കൊച്ചാരെയും മനസ്സിലാവാത്ത പോലെ പെരുമാറുന്നു. എന്താ ഡോക്ടറെ? നിങ്ങൾ ഇരിക്ക്. ഒന്ന് പറയ് ഡോക്ടറെ, എന്ത് പറ്റി? ഇരിക്ക്, പറയാം. രേവതിക്ക് ബോധം തെളിയുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്ന് ഞാൻ ആദ്യമേ സംശയിച്ചിരുന്നു. തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നവർക്ക് സാധാരണ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. എന്താ ഡോക്ടറെ? പലതും മറന്നു പോവുക, ബുദ്ധി ഒരുപാട് കാലം പിന്നോട്ട് പോവുക എന്നുവെച്ചാൽ അൾഷിമേഴ്സ് ഒന്നുമല്ല, തീർത്തും ഓർമ്മ നശിക്കലുമല്ല. പിന്നെ താൻ രേവതിയാണെന്നും അമ്മയും ഏട്ടനൊക്കെ വേണ്ടപ്പെട്ടവരാണെന്നും അവൾക്കറിയാം. പക്ഷേ അവരെ കണ്ടാൽ തിരിച്ചറിയണമെന്നില്ല. പ്രായം, കാലം അതൊന്നും നിശ്ചയമില്ല. അതായത് ഒരു 4 or 5 വയസ്സ് പ്രായത്തിൽ മനസ്സെങ്ങനെയായിരിക്കും അതുപോലെ മനസ്സ് വർഷങ്ങൾ പിറകോട്ടേക്ക് പോയി. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ഇത്തരം കേസുകൾ പലതും കാലങ്ങൾ കൊണ്ട് ശരിയായിട്ടുണ്ട്. മരുന്നുകൾ കൊണ്ട് കട്ട പിടിച്ച രക്തം അലിഞ്ഞു പോയിട്ടുമുണ്ട്. അപ്പോൾ ക്രമേണ ബുദ്ധി മടങ്ങി വരും. നമ്മളും ശ്രമിക്കണം രേവതിയെ ഓർമ്മകളിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ. മടങ്ങി വരാത്തവരുണ്ടോ? ഓർമ്മകളിലേക്ക് മടങ്ങി വരുന്നവരുമുണ്ട്, ഒരിക്കലും മടങ്ങി വരാത്തവരുമുണ്ട്. നമുക്ക് കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണാം. പഴയ രേവതിയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാം. ഈശ്വര, ഇങ്ങനെ ഒരു വിധിയോ? ഇത്ര നേരം കരച്ചിലായിരുന്നു. ഇപ്പൊ ഒന്ന് അങ്ങോട്ട് മയങ്ങിയതേ ഉള്ളൂ. വിളിക്കണ്ട, ഉറങ്ങിക്കോട്ടെ. എപ്പോഴെങ്കിലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ഒരത്ഭുതം സംഭവിക്കൂ. ബാലേച്ചിന്ന് വിളിച്ച് എന്നെ തിരിച്ചറിയൂ എന്റെ മോള്. ഡോക്ടേഴ്സ് എന്നുള്ള നിലയിൽ നമ്മൾ ഒരുപാട് ജനനവും രോഗവും കണ്ണീരും മരണവും ശവവും ഒക്കെ കണ്ടിട്ടുള്ളവരാ. സ്ഥിരമായപ്പോൾ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോയി. നോക്കട്ടെ, ക്രിട്ടിക്കൽ സ്റ്റേജാണെന്നൊക്കെ പറയുമ്പോൾ കരച്ചിലും ഒരു പ്രതീക്ഷയും കാലുപിടിക്കലൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയാം. സോറി, എനിക്ക് പേഷ്യൻറ്റിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ പുറകിൽ അലമുറയിട്ട് കരയുന്ന ശബ്ദവും പരിചിതമാണ് നമുക്ക്. പക്ഷേ ചില കേസുകളിലെങ്കിലും മനസ്സുറക്കിപ്പോവും. കണ്ണു നിറഞ്ഞില്ലെങ്കിലും മനസ്സൊന്ന് പിടഞ്ഞു പോകും. അത്തരൊരു കേസാണ് ഈ രേവതി എന്ന കുട്ടിയുടേത്. എന്താ കാർത്തിക് ശരിക്കും സംഭവിച്ചത്? ശരിക്കും സംഭവിച്ചതാണ് എൻ്റെ പ്രശ്നം. ഈശ്വരനെ മനസ്സിൽ സങ്കല്പിച്ചാണ് ഞാൻ തിയേറ്ററിൽ കയറുക. എൻ്റെ കൈ പിഴച്ചിട്ടില്ല, ഇവിടെയും പിഴച്ചില്ല. പക്ഷേ സുഖമായി വന്നൊരു കുട്ടിയെ ആരും ആക്രമിച്ചു. ആ ആക്രമണത്തിൽ ആ കുട്ടി മരിച്ചു പോയെങ്കിൽ എനിക്കിത്രയും വിഷമമുണ്ടാവില്ല. ഇത് ഒരു നോക്കുകുത്തിയെ പോലെ എൻ്റെ കൺമുന്നിൽ ഓർമ്മകൾ പലതും നഷ്ടപ്പെട്ടു. എല്ലാവരെയും അറിയാം, പക്ഷേ നേരിട്ട് കണ്ടാൽ ആരെയും അറിയുന്നില്ല. എന്നുവെച്ചാ സപ്പോസ് അഭിരാമി എന്നൊരാളുണ്ടെന്നറിയാം, പക്ഷേ നേരിട്ട് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല, അങ്ങനെയാണോ? ആ, എക്സാക്ട്ലി അതാ സംഭവിച്ചത്. എനിക്കതിൽ ദുഃഖമുണ്ട്. ഞാൻ പറഞ്ഞ കുട്ടിയെ അഭിരാമിക്ക് മനസ്സിലായില്ലേ? അറിയാം. അന്ന് ഒരു ഗ്രാമത്തിൽ മെഡിക്കൽ ക്യാമ്പിന് പോയപ്പോ
ഞാൻ കാർത്തിക്കിനെ അന്വേഷിച്ച് ആ വീട്ടിൽ വന്നിരുന്നു. ആ കുട്ടിയും കണ്ടിരുന്നു. യെസ്, അത് തന്നെ. ഒരുപക്ഷെ ഓർമ്മ തിരിച്ചു വന്നേക്കാം. പക്ഷേ അതെന്ന് എപ്പോഴൊന്നും പറയാൻ പറ്റില്ല. വല്ലാത്തൊരവസ്ഥയാ മനുഷ്യൻ്റേത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഏത് നിമിഷവും താളം തെറ്റാവുന്ന മനസ്സുമായി നടക്കുന്ന കുറെ ബുദ്ധിയുള്ള ജീവികൾ. ഓർമ്മയുള്ളവർ പല ഓർമ്മകളൊന്നും മറന്നിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓർമ്മ നഷ്ടപ്പെട്ടവർ നേരെ തിരിച്ച് എല്ലാം ഓർത്തെടുക്കാൻ പ്രാർത്ഥിക്കുന്നു. സത്യത്തിൽ ദൈവത്തിനാണ് പിടിപ്പത് ജോലി. എന്താ അഭി ആലോചിക്കുന്നത്? കാർത്തിക് പറഞ്ഞ സത്യത്തെക്കുറിച്ച് ആലോചിച്ചു പോയതാ. ഓർമ്മയുള്ള മനുഷ്യൻ മനസ്സിൽ തേങ്ങലായി കിടക്കുന്ന ഓരോ ഓർമ്മകളും ഒന്ന് മറന്നു കിട്ടാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഞാനും അതിലൊരാളാ കാർത്തിക്. കഴിഞ്ഞതെല്ലാം മറന്നുപോയ പുതിയൊരു അഭിരാമിയെ ഞാൻ സ്വപ്നം കാണുകയാ. മോളെ, ഞാൻ പറഞ്ഞില്ലേ എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന്. ഇപ്പൊ കണ്ടോ, കൊച്ചിന് സുഖായില്ലേ? രാഘവനെ കണ്ടില്ലേ അമ്മ? കണ്ടു. അവനല്ലേ കൊച്ചിന് സുഖമായ കാര്യം എന്നോട് പറഞ്ഞത്. വേറൊന്നും പറഞ്ഞില്ലേ രാഘവൻ? ഇല്ല. പറയാൻ ധൈര്യം വന്നില്ല. എന്താടാ?